ജേക്ക് ബാറിലിരിക്കുമ്പോൾ ഒരാൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് ശ്രദ്ധിച്ചു. ആ അവസ്ഥയിൽ പോലും മുൻ നാവികന് വെറുതെയിരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അയാൾ അങ്ങോട്ടേക്ക് പോയി ആ വ്യക്തിയെ വീഴ്ത്തിയിട്ടു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വഴക്കിൽ അയാൾ ബാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോഴാണ് രണ്ടാളുകൾ അയാളെ സമീപിച്ച് ഞെട്ടിക്കുന്ന വാർത്ത അറിയിച്ചത്. അയാളുടെ ഇരട്ട സഹോദരൻ മരിച്ചു. താമസിയാതെ ജെയ്ക്കിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സഹോദരന്റെ ശവസംസ്കാരത്തിന് ശേഷം അയാൾ ഒരു ബഹിരാകാശ പദ്ധതിക്കുള്ള പേപ്പറുകളിൽ ഒപ്പിട്ടു. കാരണം അയാളുടെ DNA സഹോദരനുമായി കൃത്യമായി യോജിക്കുന്നതായിരുന്നു. പിന്നീട് ഒരു വിദൂര ഗ്രഹത്തിലെത്തിയ ജെയ്ക്ക് ഒരു ക്യാപ്സ്യൂളിനുള്ളിൽ വെച്ച് ഉണർന്നു. പിന്നീട് ഒരു ഭീമൻ സൈനിക താവളത്തിന് സമാനമായ ഒരു സ്ഥലത്തേക്ക് അവർ അവനെ കൊണ്ടുവന്നു. അവിടെ എത്തിയതിനു ശേഷവും ജെയ്ക്കിന് അവനിൽ നിന്ന് എന്താണ് അവർക്ക് വേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ടയറുകൾക്കുള്ളിൽ ആഴത്തിൽ തറച്ച അമ്പുകളുമായി ഒരു വലിയ ട്രക്ക് പോകുന്നത് അയാൾ ശ്രദ്ധിച്ചത്. നോർമൻ എന്നയാൾ ജാക്കിനെ ഒരു ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി. അകത്ത് അവതാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിചിത്ര ശരീരമുണ്ടായിരുന്നു. പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശരീരം. അപ്പോൾ ജെയ്ക്ക് തന്റെ സഹോദരന്റെ അവതാറിനെ കണ്ടു. ഇപ്പോൾ അത് അദ്ദേഹത്തിന്റേതാണ്. അവർ ജെയ്ക്കിനെ അവന്റെ യഥാർത്ഥ ശരീരത്തെ അവതാറുമായി ബന്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക യന്ത്രത്തിൽ കിടത്തി. സിസ്റ്റം സജീവമായ നിമിഷം ജെയ്ക്കിന്റെ പുതിയ ശരീരത്തിന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ കാലുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. നടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വളരെ ആവേശഭരിതനായി. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു. ഉടൻ തന്നെ ലാബിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. കഴിയുന്നത്ര വേഗത്തിൽ തന്റെ പുതിയ ശരീരം പരീക്ഷിച്ചു. അടുത്ത ദിവസം ജെയ്ക്കും നോർമനും ഡോക്ടർ ഗ്രേസും പണ്ടോറയിലെ വനത്തിലേക്ക് പ്രവേശിച്ചു. ജെയ്ക്കിന്റെ ഒരേയൊരു ജോലി നോർമനെയും ഗ്രേസിനെയും അവരുടെ ഗവേഷണ ദൗത്യത്തിൽ സംരക്ഷിക്കുക എന്നതായിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം പെട്ടെന്ന് ഒരു ഭീകരജീവി അവനെ ആക്രമിച്ചു. ജെയ്ക്ക് കഷ്ടിച്ചോടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു ഭീമൻ മരത്തിന്റെ വേരുകൾക്കിടയിൽ ഒളിച്ചു. ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ജീവി പിന്നോട്ട് പോയില്ല. അത് അവന്റെ ഹൈഡിംഗ് സ്പോട്ട് തകർത്തു. ജെയ്ക്ക് വീണ്ടും ഓടാൻ ശ്രമിച്ചു. പക്ഷേ നിലത്തേക്ക് അടിച്ചു വീണു. മൃഗം അവന്റെ ബാഗിൽ പിടിച്ചു. ബാഗ് വിടുവിച്ച് ജെയ്ക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് വീണ്ടും ഓടാൻ തുടങ്ങി. അവസാനം അവൻ ഒരു പാറക്കെട്ടിൽ നിന്ന് ചാടി താഴെയുള്ള ഒരു നദിയിലേക്ക് വീണു. അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവൻ ഗ്രേസിൽ നിന്നും നോർമനിൽ നിന്നും പൂർണ്ണമായും വേർപിരിഞ്ഞു.